അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുവർ മൈൻഡ് സെറ്റിൽ നിന്ന് വെൽത്ത് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എങ്ങനെ മാറാം എന്നതിനെ കുറിച്ച്. കാരണം പുവർ മൈൻഡ് സെറ്റിനേക്കാളും ഹൈറാണ് വെൽത്ത് മൈൻഡ് സെറ്റ്. അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല. താഴെയുള്ള കൈയിനേക്കാളും നല്ലത് മുകളിലുള്ള കൈയാണ് എന്ന് ഹദീസിൽ കാണാം. അതായത് നാം കൊടുക്കാൻ പ്രാപ്തരാവുക, കൊടുക്കുന്ന ആളുകളാവുക, അതാണ് വാങ്ങുന്ന ആളുകളാകുന്നതിനേക്കാളും ഖൈറ് എന്ന്. ആദ്യം ശ്രദ്ധിക്കുക, ഒരു 10 കാര്യങ്ങളാണ്, സിമ്പിൾ ആൻഡ് പവർഫുൾ സ്ട്രാറ്റജികളാണ് ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ വീഡിയോകളും സ്പീച്ചുകളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ലൈഫിൽ അതിങ്ങനെ മലർന്ന് കടന്ന് മൊബൈലിൽ കാണുക എന്നതിലപ്പുറം പലതും നാം പ്രാക്ടിക്കലായി കൊണ്ടുവരുന്നില്ല. പ്രാക്ടിക്കലായി ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് ചെയ്യാൻ, പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് അതിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ഞാൻ പറയുന്ന ഈ 10 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാനും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നിങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഉള്ള കാര്യങ്ങൾക്ക് ടിക്ക് ചെയ്യുക, ഇല്ലാത്ത കാര്യങ്ങൾ അത് 10 കാര്യങ്ങൾ നിങ്ങൾ ഒരു നോട്ടിലോ ഒരു ചെറിയൊരു നോട്ട് പാഡിലോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അത് ഉള്ള കാര്യങ്ങൾക്ക് ടിക്ക് ചെയ്യുക. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് അതിൻ്റെ നേരെ എഴുതുക. അതിനൊരു സ്റ്റെപ്പ് ഉണ്ടാവുക, അതെനിക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് അതെന്താണെന്ന് മനസ്സിലാക്കി അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്തുക. ഇത് എങ്ങനെ സമ്പന്നരാകാം എന്നതിനെ കുറിച്ചല്ല, പക്ഷെ ഒരു സമ്പന്നന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, നമ്മുടെ കയ്യിലൊരു വാലറ്റ് ഉണ്ടാകും, മണി പേഴ്സ്. ആ പേഴ്സിന്റെ രൂപം എങ്ങനെയുള്ളതാണ് എന്ന് നോക്കുക. പഴയതാണോ, കൂടുതൽ പഴയതാണോ, ക്വാളിറ്റി വളരെ കുറഞ്ഞതാണോ, ചെറിയ പൈസക്ക് വാങ്ങിയതാണോ, എങ്കിൽ അതൊന്ന് നല്ല പേഴ്സിലേക്ക്, നല്ലൊരു വാലറ്റിലേക്ക് മാറ്റി. ഒരു ലെതർ വാലറ്റ്, അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും കുഴപ്പമില്ല. ഇത് നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കേണ്ട, അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നാം എപ്പോഴും പണം എടുക്കുന്നത് ഈ പേഴ്സിൽ നിന്നാണ്. ആ പണം പേ ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്ത് നമ്മുടെ കാർഡുകളാണെങ്കിലും മറ്റൊക്കെ ഒരു പുരുഷന്റെ കയ്യിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കുന്നതാണ് അവന്റെ വാലറ്റ് പേഴ്സ്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും ഒരു ലെതർ വാലറ്റൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നതായി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ അതിൻ്റെ എനർജി നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ സഹായകരമാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ടിപ്പ്, നമ്മുടെ വാലറ്റ് ശ്രദ്ധിക്കുക. അത് പഴയതും കീറിയതും അല്ലെങ്കിൽ കീറാൻ അടുത്തതും മുഷിഞ്ഞതും ഒക്കെ ആണെങ്കിൽ നമ്മുടെ പണം സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലൊരു വാലറ്റിലായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ചെറിയ കാര്യങ്ങൾക്ക് നാം ബാർഗെയിൻ ചെയ്യാതിരിക്കുക. ഓവറായിട്ട് പണം കൊടുക്കുക എന്നല്ല. നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ അയാളോട് ബാർഗെയിൻ ചെയ്യുക, ഒന്നുകൂടി കുറപ്പിക്കുക. അല്ലെങ്കിൽ ചെറിയ സാധനങ്ങൾ വാങ്ങുന്നിടത്ത്, വഴിയോര കച്ചവടക്കാരൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നവരുടെ അടുത്തൊക്കെ ബാർഗെയിൻ ചെയ്ത് വീണ്ടും വീണ്ടും പണം കുറപ്പിച്ച് പണം വാങ്ങുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. അത് പുവർ മൈൻഡ് സെറ്റാണ്. നാം റിച്ച് മൈൻഡ് സെറ്റിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ വെൽത്ത് മൈൻഡ് സെറ്റിലേക്ക് നാം മാറാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അവരുടെ ഒരു പ്രൊഡക്റ്റുമായി വരുന്നു, അവർ അതിന് വില പറയുന്നു, നാം സന്തോഷപൂർവ്വം ആ വില കൊടുക്കുന്നു എന്ന് കരുതി ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിന് കൂടുതൽ വില നൽകണമെന്നല്ല. സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വാല്യുബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് നാം കൊടുത്തിരിക്കണം. അപ്പൊ ബാർഗെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നേരത്തെ വാലറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് വാലറ്റിൽ നമുക്കെപ്പോഴും ഒരു റിസർവ് മണി ഉണ്ടായിരിക്കണം. ഒരു അത്യാവശ്യം വന്നാൽ ചെലവഴിക്കേണ്ടത്, പക്ഷെ പരമാവധി ചെലവഴിക്കാതെ എപ്പോഴും നമുക്കതിൽ കണ്ടുകൊണ്ടിരിക്കാൻ അത് ചെറിയൊരു ഒരു എമൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. 100 രൂപയോ 100 ദിർഹമോ ഇങ്ങനെ അത് പരമാവധി ദിവസങ്ങൾ കഴിയുന്നോറും അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് അത് കൂട്ടിക്കൊണ്ടുവരിക.
ഈ റിസർവ് മണി എന്ന് പറയുന്നത് നമുക്കത് എപ്പോഴും നമ്മുടെ പേഴ്സിലുണ്ടാകും, നമ്മുടെ വാലറ്റിലുണ്ടാകും. അത് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. മാത്രമല്ല മണിയാണ് നമ്മുടെ പേഴ്സിലുള്ള പണം, കൂടുതൽ പണത്തെ ആകർഷിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റിസർവ് മണി ഉണ്ടാകുന്ന ശീലം, പോക്കറ്റ് എപ്പോഴും അല്ലെങ്കിൽ പേഴ്സ്, വാലറ്റ് എപ്പോഴും കാലിയാക്കാതെ ശ്രദ്ധിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലാണെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കി അതിനനുസരിച്ച് വില കൊടുക്കുക. ക്വാണ്ടിറ്റി കൂടുതൽ, അതേ പ്രൈസിന് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള സാധനം കിട്ടുമെങ്കിൽ അത് മിക്കവാറും അത് ക്വാളിറ്റി വളരെ കുറഞ്ഞതായിരിക്കും. ഉദാഹരണത്തിന് 1000 രൂപക്ക് നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു വസ്ത്രം വാങ്ങാം. അതേസമയം 3 വസ്ത്രം 1000 രൂപക്ക് കിട്ടുന്നതും ഉണ്ടാകും. പക്ഷെ 3 വസ്ത്രം കിട്ടുന്നത് ക്വാളിറ്റി കുറവായിരിക്കും, ഒരു വസ്ത്രം കിട്ടുന്നത് ക്വാളിറ്റി ഉണ്ടാകും, നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, നാം അത് ധരിച്ച് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിനേക്കാളും കൂടുതൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അതൊരു വെൽത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മെ മാറ്റിയെടുക്കും. വസ്ത്രത്തിൽ മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന ഫോണാണെങ്കിലും വാച്ചാണെങ്കിലും ഇങ്ങനെയുള്ള നാം ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഇങ്ങനെയുള്ള എന്ത് വസ്തു ആണെങ്കിലും ക്വാളിറ്റി കുറഞ്ഞതിൽ നിന്ന് ക്വാളിറ്റി കൂടിയതിലേക്ക് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒറ്റയടിക്ക് വലിയ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ളത് വാങ്ങണമെന്നല്ല, നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവും, അതിനേക്കാളും അല്പം കൂടെ ഉയർന്ന ക്വാളിറ്റി ഉള്ള ഒരു സാധനം അടുത്ത തവണ നാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും സൂക്ഷിച്ച് വെച്ച് ഇടയ്ക്കിടെ വായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ്, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പോലെയുള്ള പുസ്തകങ്ങൾ. ഇതിന്റെ മലയാള പരിഭാഷകളും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്നവർ അത് വായിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ കിട്ടുന്ന പുസ്തകങ്ങളാണ്. അപ്പൊ ഇത്തരം ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ നാം നിരന്തരം വായിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെൽത്ത് മൈൻഡ് സെറ്റിന് ആവശ്യമുള്ള അത്തരം പേജുകൾ നാം ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അത്തരം വീഡിയോകളും പോസ്റ്റുകളും നാം വായിക്കുകയും കാണുകയും ചെയ്യുക എന്നതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, വെൽത്തി ആയിട്ടുള്ള ആളുകളെ നാം നിരീക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഡിസിപ്ലിൻ ഉണ്ടാകും, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ലൈഫും അവരുടെ ലൈഫും, പക്ഷെ അവരുടെ ലൈഫിലുള്ള വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. അടുത്ത കാര്യം, സൗജന്യമായി കിട്ടുന്ന, ഫ്രീ ആയി കിട്ടാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയും അതിന്റെ പിറകെ അത് അന്വേഷിച്ചുകൊണ്ട് നടക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല. കൊടുക്കുന്ന കൈയാണ്, മുകളിലുള്ള കൈയാണ് വാങ്ങുന്ന താഴെയുള്ള കൈയിനേക്കാളും നല്ലത്, ഖൈറായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ എപ്പോഴും ഈ സൗജന്യം കിട്ടുന്നത്, സൗജന്യം ആഗ്രഹിക്കാതിരിക്കുക, സൗജന്യത്തിന്റെ പിറകെ പോകാതിരിക്കുക എന്നതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം, ലോട്ടറി പോലെയുള്ള സാധനങ്ങളുണ്ട്, ഭാഗ്യക്കുറി എന്ന് വെച്ചാൽ പെട്ടെന്ന് റിച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതിനുവേണ്ടി പണം മുടക്കുകയും ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയൊക്കെ ചെയ്യാം. ലോട്ടറി എടുക്കുന്ന ആളുകൾ പരമാവധി പുവർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായിരിക്കും. റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഒരിക്കലും ലോട്ടറി എടുക്കില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്, അത് മാലും മിൻ ഹറാമിൻ നിഹായത്തുഹു നദമൻ ഔ കമാ ഖാൽ. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ വാചകം എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഹറാമിൽ നിന്നുള്ള സമ്പത്ത് അതിന്റെ അവസാനം ഖേദമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ലോട്ടറി അടിച്ചെന്തെങ്കിലും സമ്പത്ത് കിട്ടിയെങ്കിൽ തന്നെ അത് നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് ജീവിതത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ പലപ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. അതാണ് നിഹായത്തുഹു നദമുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ലോട്ടറിയുടെ പിറകെ പോകാതിരിക്കുക, മറ്റു ലക്കി ഡ്രോയുടെ പിറകില് പോകാതിരിക്കുക എന്നതാണ് എട്ടാമത്തെ കാര്യം. അടുത്ത കാര്യം, നമുക്കൊരു ഫ്രീ ടൈം, ഇപ്പോ ജോലി കഴിഞ്ഞ് വന്ന് റൂമിലാണ് അല്ലെങ്കിൽ നാം വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൊബൈൽ എടുക്കും, സോഷ്യൽ മീഡിയയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കും.
ആ ഒരു സമയമുണ്ടല്ലോ, 1 മണിക്കൂറാണെങ്കിലും അരമണിക്കൂറാണെങ്കിലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റീവായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നതാണ് 9ാമത്തെ കാര്യം. വെറുതെ ടിവിയും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത റീൽസുകളും വീഡിയോകളും കണ്ട് സമയം കളയുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ ഗ്രോ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കാണുക, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗപ്പെടുത്തുക എന്നതാണ് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, നമ്മുടെ ബെഡ് സ്പേസ്, അതായത് നമ്മുടെ റൂം, നമ്മുടെ ഓഫീസ്, വർക്ക് പ്ലേസ്, വർക്ക് ടേബിള്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക എന്നതാണ്, ഒരു ഓർഗനൈസ് ചെയ്യപ്പെട്ടതായിട്ടിരിക്കുക എന്നതാണ് 10ാമത്തെ കാര്യം. കാരണം യുവർ എക്സ്റ്റേണൽ സ്പേസ് ഈസ് റിഫ്ലക്ട് യുവർ ഇന്റേണൽ ഓർഡർ എന്നാണ് പറയുക. അതായത് നമ്മുടെ പുറത്ത് നാം പെരുമാറുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ നാം ഉപയോഗിക്കുന്ന നമ്മുടെ ബെഡ് സ്പേസ് എണീറ്റ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മടക്കി ഒരു വൃത്തിയിൽ ബെഡൊക്കെ ക്ലീൻ ആക്കി വെക്കുക. അതേപോലെ ഓഫീസ്, നാം വർക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന ടേബിള്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നീറ്റും ക്ലീനും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക എന്നതാണ് 10ാമത്തെ കാര്യം. ബോണസ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു ദുആ ആണ്, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതഅതിക മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, നിന്റെ ഹറാമിനെ തൊട്ട് ഹലാൽ കൊണ്ട് എനിക്ക് നീ ഐശ്വര്യം തീർക്കണമേ, ഹലാലായ സമ്പത്ത് തരണമേ എന്നാണ് അർത്ഥം. അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. അത് മറ്റൊരു റിപ്പോർട്ട്, അല്ലാഹുമ്മ കുഫിനി ബിഹലാലിക അൻ ഹറാമിക. 2 പഠിച്ചാലും കുഴപ്പമില്ല. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. ഇത് മാത്രം പഠിക്കാൻ എളുപ്പമുള്ള വാചകം ഇത് മാത്രമാണ്. അത് പറഞ്ഞെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കി ചില സമയങ്ങളൊക്കെ നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റും. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. ഹറാമായ സമ്പത്തിനെ തൊട്ട് ഹലാലായ സമ്പത്ത് കൊണ്ട് എന്നെ നീ ഐശ്വര്യത്തിലാക്കണമേ എന്നാണ് അർത്ഥം. പിന്നെ അതിന്റെ ബാക്കി ഭാഗം വബിത്വാഅതിക മഅസിയതിക, തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നകന്ന് നല്ല കാര്യങ്ങളിൽ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ എനിക്ക് നീ തൗഫീഖ് ചെയ്യണമേ. വബിഫദ്ലിക അമ്മൻ സിവാക്ക്, നിന്റെ ഫളല് കൊണ്ട് മറ്റുള്ളവരുടെ ഫളലിനെ തൊട്ട് എന്നെ നീ ആവശ്യം തീർക്കണമേ എന്നാണ്. ഈ ഒരു ദുആവും കൂടെ ഇതിന് ബോണസ് ആയിട്ട് പിടിക്കുക. 10 കാര്യങ്ങളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ടുന്ന, അല്ലെങ്കിൽ ചെറിയ സിമ്പിൾ ആൻഡ് പവർഫുൾ ടിപ്സുകളാണ് പറഞ്ഞത്. വിജയം, സക്സസ് എന്ന് പറയുന്നത് ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല. ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതില്ല. അതൊരു സിസ്റ്റമാണ്. ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് വെൽത്തി മൈൻഡ് സെറ്റിലേക്ക് മാറ്റുക. അതിനെ തുടർന്ന് നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ നാം ഇടപഴകുന്നതും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അത്തരമൊരു ഗ്രോത്തിലേക്ക് മാറുന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.